പറന്നു പൊങ്ങി നിമിഷങ്ങൾക്കകമാണ് ആ വിമാനം തകർന്ന് തരിപ്പണമായി ഒരു വലിയ തീഗോളമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം, ഈ വിമാനം തകർന്നു വീഴുന്നത് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലേക്കാണ്. അവിടെ കുട്ടികളൊക്കെ ഒരു മെസ്സിന്റെ കെട്ടിടത്തിലേക്കാണ് വീഴുന്നത്. ആ കെട്ടിടത്തിലേക്ക് കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഉച്ച സമയമാണ്, ധാരാളം ആളുകൾ വരുന്ന ഒരു സമയം കൂടിയാണ്. അർജുൻ, ഏറ്റവും നടക്കുന്ന മറ്റൊരു കാര്യം, ഈ വിമാനം തകർന്ന് നിലം പൊത്തിയത് ഒരു മെഡിക്കൽ കോളേജിന്റെ മെസ്സിലേക്കാണ് എന്നുള്ളതാണ്. അവിടെ ധാരാളം കുട്ടികൾ ഭക്ഷണം കഴിക്കാനൊക്കെ എത്തുന്ന ഒരു സമയം കൂടിയായിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പ്ലേറ്റുകളും മറ്റും ചിന്നിച്ചിതറി കിടക്കുന്നതും ഭക്ഷണാവശിഷ്ടങ്ങളും ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഇപ്പോഴും ആ ദൃശ്യങ്ങളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ആ ഭിത്തികളൊക്കെ കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ കുറെ അധികം മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും പരിക്കുകൾ പറ്റുന്നു, ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ആശുപത്രിയിലുള്ള കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണ്? മരണപ്പെട്ട ആളുകളെയൊക്കെ തിരിച്ചറിയുകയൊക്കെ ചെയ്തിട്ടുണ്ടോ അർജുൻ? ജയലക്ഷ്മി, മരണപ്പെട്ട ആളുകളുടെ തിരിച്ചറിയുന്ന നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. DNA പരിശോധനകൾ നടക്കുന്നു, പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നു. എന്തായാലും എല്ലാവരെയും തിരിച്ചറിയുന്ന നടപടികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. നമുക്കറിയാം, വളരെ വലുതാണ് ഈ മരണസംഖ്യ എന്ന് പറയുന്നത്. 294 അതിൽ 241 പേർ ഈ വിമാനത്തിനകത്തുണ്ടായിരുന്നവർ, 5 പേർ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ, അതായത് ജൂനിയർ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ. ബാക്കിയുള്ളവർ നാട്ടുകാരാണ്. അതായത് ഈ വിമാനം തകർന്നു വീണത് ഒരു മെസ്സിനും മുകളിലേക്കാണ്. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു, ജൂനിയർ ഡോക്ടർമാരുണ്ടായിരുന്നു. അതിൽ 5 പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു, 40-ലധികം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇവിടെയുള്ള പരിസരവാസികൾ, പ്രദേശവാസികൾ, അവരുടെ മുകളിലേക്ക് കൂടി വിമാനങ്ങളുടെ ഓരോ കഷ്ണങ്ങൾ തകർന്ന് വീണിട്ടുണ്ടായിരുന്നു. അതിൽ വലിയ തോതിൽ അപകടമുണ്ടായി, പല പ്രദേശവാസികളും മരണപ്പെട്ടു എന്നുള്ള വിവരവും ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്നും നമുക്ക് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പറയുന്നത് 294 പേർക്ക് മരണം സംഭവിച്ചു എന്നുള്ള കാര്യം. ഇതിൻ്റെ എല്ലാവരുടെയും ഈ തിരിച്ചറിയൽ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ബന്ധുക്കളടക്കം ഇവിടേക്ക് ഈ സിവിൽ ഹോസ്പിറ്റലിലാണ് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ എത്തി DNA സാമ്പിളുകൾ നൽകി DNA പരിശോധന നടത്തിയാണ് തിരിച്ചറിയൽ നടപടികൾ എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ഡോക്ടർമാർ, അതായത് പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ഡോക്ടർമാർ, അവരുടെ ആരോഗ്യനില നിലവിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൃത്യമായിട്ട് ഒരു, അതായത് അപകടഘട്ടം പിന്നിട്ടോ എന്നുള്ളത് പറയാൻ പറ്റാത്തതിലാണ് ഇപ്പോൾ ഡോക്ടർമാരും ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും കഴിയും. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുള്ള വിവരം ലഭിക്കുമ്പോൾ വലിയ ആശങ്കയാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു പക്ഷേ മരണനിരക്കിനെയും ഉയർന്നേക്കാമെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ നമുക്ക് ഭയം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല, പല ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതിൽ പലതും നമുക്ക് കാണിക്കാൻ പറ്റാത്തതാണ്. അതായത് ആളുകളുടെ, ഈ പ്രദേശവാസികളുടെ എല്ലാം തന്നെ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞതും, അതല്ലാതെ പല മൃതദേഹ ഭാഗങ്ങൾ അറ്റു വീണതും, റോഡിലെല്ലാം തന്നെ ചിന്നിച്ചിതറി കിടക്കുന്ന പല ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. പലതും നമുക്ക് കാണിക്കാൻ കഴിയാത്തത് തന്നെയാണ്. വളരെ വലിയൊരു ദുരന്തം തന്നെ സംഭവിച്ചിരിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് കുടുംബത്തെയും